അനധികൃതമായി സംസ്ഥാനത്ത് റെന്റ് എ കാർ സംവിധാനം വളരെയധികം സജീവമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലൈസൻസ് പോലുമില്ലാതെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് മോട്ടോർ വാഹന വകുപ്പും. സൗഹൃദം അവസാനിപ്പിച്ച പെൺസുഹൃത്തിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കാർ വാടകയ്ക്കെടുത്തത് അനധികൃതമായിട്ടാണെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. 8ൽ പരം ആൾക്കാരിൽ നിന്നും കൈമറിഞ്ഞായിരുന്നു പ്രധാനമായിട്ടും ഈ വാഹനം പ്രതികൾക്ക് കൂടുതലും ലഭിച്ചിരുന്നത്. മാത്രമല്ല, കൃത്യം നിർവഹിക്കാനായി വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നില്ല. നീതു ആർ നായരെ കാർ ഇടിച്ചു കൊന്ന സുഹൃത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ അൻഷാദ് ആയിരുന്നു. കൂടാതെ ഇയാളോടൊപ്പം കാറിൽ ഉണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഇജാസ് ആണ്. ഇവരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു നീതു. നീതുവിന്റെ മരണത്തിലും റെന്റ് കാറിന്റെ ചതി കൂടിയാണ് ഇപ്പോൾ തെളിയുന്നത്. അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ പേരിലായിരുന്നു വാഹനമെന്ന് കണ്ടെത്തുകയും ചെയ്തു.